ഭഗവാൻ മഹാവിഷ്ണുവാണ് ആവിർഭവിക്കുന്നത് എന്നുള്ളതിനാൽ വ്യാപനശീലന് എവിടെ നിന്ന് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ആവിർഭവിക്കാം. എന്നാൽ ഇന്നാവട്ടെ ദേവകിയിൽ നിന്ന് ആവിർഭവിക്കാൻ അദ്ദേഹത്തിന് ഒരു അമിതമായ വാത്സല്യമുണ്ടായി എന്നുള്ളതിനാൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആവിർഭവിച്ച അവതാരകൃഷ്ണനെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ദേവിക വസുദേവന്മാരെ ഒരുമിച്ച് കാണുന്നു. അതാണ് തമൽഭൂതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാരവൈഡൂര്യ കിരീട കുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം ഉദ്ദാമ കഞ്ചംഗത കങ്കണാദർവിരോചമാനം വസുദേവ ഐക്ഷത. ആ അവതാരകൃഷ്ണനെ കുറിച്ച് ശ്രീശുകദേവരെ ആദ്യം പറയാൻ സാധിക്കുന്നത് പരീക്ഷത്തെ